ഇസ്രായേലിൽ നിന്ന് തട്ടിക്കൊണ്ടുപോയ ബന്ദികൾ എവിടെയാണ് എന്നുള്ള ചോദ്യത്തിനും അവരെ തിരിച്ചുകൊണ്ടുപോകാൻ നടത്തുന്ന ശ്രമങ്ങളെക്കുറിച്ചുമൊക്കെയുള്ള ചർച്ചകൾ പുരോഗമിക്കുന്ന ഈ ഒരു കാലഘട്ടത്തിൽ നെതന്യാഹു മറ്റൊന്നുകൂടി പറഞ്ഞു, എന്ത് വില കൊടുത്തും ഞങ്ങൾ ബന്ദികളെ തിരികെ കൊണ്ടുവരും. മാത്രമല്ല ഗാസയിലെ ജനങ്ങൾക്ക് അദ്ദേഹം ഒരു വാഗ്ദാനം നൽകിയിട്ടുണ്ട്. ഇത്തരം ബന്ദികളെ കണ്ടെത്തി നൽകുന്നവർക്ക് ഒരു ബന്ദിക്ക് $50 ലക്ഷം വെച്ച് ഞങ്ങൾ പ്രതിഫലം നൽകും, അല്ലെങ്കിൽ സമ്മാനം നൽകും എന്നാണ് നെതന്യാഹു അവിടെ പ്രഖ്യാപിച്ചത്. മാത്രമല്ല വളരെ സുപ്രധാനമായ ചില കാര്യങ്ങളും കൂടി അവിടെ നെതന്യാഹു പറഞ്ഞിരുന്നു. യുദ്ധക്കുപ്പായവും ബാലിസ്റ്റിക് ഹെൽമറ്റും ധരിച്ചാണ് പ്രതിരോധ മന്ത്രിക്കും കരസേനാ മേധാവിക്കും ഒപ്പം നെതന്യാഹു ഗാസയിലെത്തിയത്. ഒരു കടൽ തീരത്ത് നിന്നുകൊണ്ടാണ് നെതന്യാഹു ജനങ്ങളെ അഭിസംബോധന ചെയ്യുന്നത്. ഗാസയിൽ കാണാതായ 101 ഇസ്രായേൽ ബന്ദികൾക്കായുള്ള തിരച്ചിൽ തുടരുക തന്നെ ചെയ്യും എന്ന് നെതന്യാഹു പ്രഖ്യാപിച്ചു. ഇസ്രായേൽകാരായ ബന്ദികളെ ഉപദ്രവിക്കാൻ ശ്രമിക്കുന്നവരെ വേട്ടയാടി പിടിച്ച് ഇല്ലാതാക്കും എന്നാണ് നെതന്യാഹു മുന്നറിയിപ്പ് നൽകിയത്. മാത്രമല്ല അദ്ദേഹം പറഞ്ഞ വാക്കുകൾ, ഞങ്ങളുടെ ബന്ദികളെ ഉപദ്രവിക്കാൻ ആരെങ്കിലും ധൈര്യപ്പെട്ടാൽ അവരുടെ തലയിൽ ഞങ്ങൾ രക്തം പുരട്ടും എന്നാണ്. ഞങ്ങൾ നിങ്ങളെ വേട്ടയാടി പിടിക്കും, ഞങ്ങൾപ്പെട്ട ആരെങ്കിലും നിങ്ങൾ ബന്ദികളാക്കിയാൽ അവരെ ഞങ്ങൾ സുരക്ഷിതമായി രക്ഷപ്പെടുത്തും. ഇത് തന്നെയാണ് നെതന്യാഹുവിന്റെ ജനങ്ങൾക്കുള്ള വാഗ്ദാനം.